السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസിന്റെ സുഹൃത്തുക്കളെ, ആഴ്ചതോറും നമ്മുടെ ഗ്രൂപ്പിൽ സൗജന്യമായി നടത്തി വരാറുള്ള സെഷനിലാണ് നമ്മളുള്ളത്. ഇന്നത്തേത് ഇത് 65ാമത് സെഷനാണ്. തൊട്ടു മുമ്പ് ഒരു പെഡഗോജിയുടെ 3-4 സെഷനുകൾ നമ്മൾ നടത്തിയിരുന്നു. ഇതുപോലെ ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിലൊക്കെ ഒരാഴ്ചയിൽ ചുരുങ്ങിയതൊരു ലൈവ് ക്ലാസ് എന്നുള്ള നിലക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വരും. അതിന്റെ പുറമെ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു മാർച്ച് മാസം മുഴുവനായിട്ട് ഒരു 10-15ഓളം ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വരാനുണ്ട്. തീർത്തും സൗജന്യമായിരിക്കും ആ ക്ലാസ്സുകൾ. കഴിഞ്ഞ ഫെബ്രുവരി 23 നടന്ന കാറ്ററ്റ് കാറ്റഗറി 3 and 4 അറബിക് ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനപ്പെടുത്തിയുള്ള 15ഓളം ലൈവ് ക്ലാസ്സുകൾ, 15ഓളം ചോദ്യോത്തര ലൈവ് ക്ലാസ്സുകൾ അത് തീർത്തും സൗജന്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരും. അതിന്റെ ആരംഭം വരുന്ന ഞായറാഴ്ചയാണ്, മാർച്ച് 8-നാണ് തുടങ്ങുന്നത്. നോമ്പ് ദിനങ്ങളിൽ രാവിലെ 6:30 സമയത്തും, പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ രാത്രി 8:30 സമയത്തുമാണ് അതിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്ന ആ ക്ലാസ് കേട്ടെഴുതുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലഭ്യമാക്കാനായി ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജും ഗ്രൂപ്പിന്റെ ലിങ്കും ഒക്കെ അയച്ചിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കേട്ടിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ ഈ ക്ലാസ്സുകൾ മുഴുവൻ കിട്ടുകയും ചെയ്യും. ഇന്ന് ഇവിടെ ഈ നടക്കുന്ന പോലെയുള്ള ക്ലാസ്സുകൾ സൗജന്യമായിട്ടുള്ള അതും അവർക്ക് ലഭിക്കും. ഓക്കെ, ഇനി ആ വിഷയം സംബന്ധമായി കൂടുതൽ കടക്കുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് അറബിക് ഗ്രാമറിന്റെ ക്ലാസ് ആണ്. അറബിക് ഗ്രാമറിന്റെ തന്നെ 6ാമത് ക്ലാസ് ആണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടക്കുന്നത്. ഓക്കെ, കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. നേരത്തെ പല പരീക്ഷകൾക്കും വന്ന ചോദ്യങ്ങളാണ്. ഓപ്ഷൻ കാണുമ്പോൾ കമന്റ് ബോക്സിൽ ഉത്തരം ചെയ്യാം, പിന്നെ അത്യാവശ്യം വേണ്ട ചർച്ചകൾ നമുക്ക് നടത്തുകയും ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, കെലിമത്തു മിക്നസത്ത്. മിക്നസത്ത് എന്ന പദം അതെന്താണ്? ഇസ്മു സമാൻ, ഇസ്മു മക്കാൻ, ഇസ്മുൽ ഹൈഅത്തി, ഇസ്മുൽ ആലത്തി. ഓക്കെ, ഉത്തരം നോക്കാം. ഇസ്മുൽ ആലത്താണ്, ഉപകരണ നാമമാണ്. ഉപകരണ നാമം. മിക്നസത്തിന്റെ അർത്ഥം എന്താണ്? ചൂല്. ചൂല്. അപ്പൊ അടിച്ചു വാരുന്ന ഉപകരണം, അടിച്ചു വാരുന്ന ഉപകരണം എന്നാണ് അതിന്റെ അർത്ഥം. അടിച്ചു വാരുക എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? കനസ. എന്ന് പറയും. അപ്പൊ കനസയുടെ മിക്നസത്ത് എന്ന് പറയുമ്പോൾ കനസയുടെ ഏത് വസനാണ്? സ്മഫൂലാവില്ലല്ലോ. അങ്ങനെ വരുമ്പോ മക്കിനൂസ് എന്നല്ലേ വരിക? കനസയുടെ ഇസ്മു ആലത്താണ്. വസൻ ഏതാണ് മിക്നസത്ത് എന്നുള്ളത്? മിഫ്അലത്ത്. ഓക്കെ, അപ്പൊ ഇസ്മു ആലത്തിന്റെ വസനാണ് മിഫ്അലത്ത്. ആ മിഫ്അലത്ത് മാത്രമേ ഉള്ളൂ? ഇനി വേറെ ഏതെങ്കിലും വസനുണ്ടോ ഇസ്മു ആലത്തിന്? ഉണ്ടോ? നമ്മൾ ചാവിക്ക് എന്താ പറയാ? തുറക്കുന്ന ഉപകരണം ചാവിക്ക് മിഫ്താഹ് എന്ന് പറയും. ഫതഹ തുറക്കുക, മിഫ്താഹ് തുറക്കുന്ന ഉപകരണം. മിഫ്താഹ് ഏത് വസനാണ്? മിഫ്ആൽ വസനാണ്. അപ്പോ ഒന്നിലധികം വസനുകൾ ഉണ്ട് അല്ലെ? മിഫ്അലത്ത് ഉണ്ട്, മിഫ്ആൽ ഉണ്ട്. അപ്പൊ ഏതായാലും അത് സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ 3 വസനുകളെയാണ് സാധാരണയായിട്ട് നമ്മൾ കാണാം. ഒന്ന് മിഫ്ആൽ, 2 മിഫ്അൽ എന്ന് കാണാം, മിഫ്അൽ. മൂന്നാമത്തത് മിഫ്അലത്ത്. ഓക്കെ,
ഫതഹ്തുൽ ബാബ ബിൽ മിഫ്താഹി തുറക്കുന്ന ഉപകരണം. നശർത്തുൽ ഖശബ മരത്തടി ഈർന്നു. നശറ പറഞ്ഞാല് ഈര നടുകൂടെ പൊളിക്കുന്നതിനാണ്. മരം നടുകൂടെ പൊളിക്കുന്നതിനാണ്, മരത്തടി പൊളിക്കുന്നതിനാണ് നശറാണ് പറയുന്നത്. മീൻഷാറ് ഈർച്ചവാൾ, ഈർച്ചവാൾ. ഹറസ്തുൽ അർള ഞാൻ ഭൂമി ഉഴുതുക, നിലം ഉഴുതു എന്ന് പറയുമല്ലോ. ബിൽ മെഹ്റാത്തി ഉഴുതുന്ന ഉപകരണം. അതേതാ ഉഴുതുന്ന ഉപകരണം? കലപ്പ. കലപ്പ. ബറദത്തുൽ ഹദീദ ബിൽ മിബ്റദി. ബറദ കൂർപ്പിക്കുക എന്നാണ്. ബറദ കൂർപ്പിക്കുന്ന ഉപകരണം കൊണ്ട് കൂർപ്പിച്ചു. ഗസല എന്നാല് രോമം കടഞ്ഞെടുക്കുക എന്നാണ് ഗസല. അശുദ്ധമായതിന് അല്ലെങ്കിൽ വൃത്തികേടുള്ളതിനൊക്കെ ഒഴിവാക്കിയിട്ട് ശുദ്ധമായ സംശുദ്ധമായതിനെ മാത്രം എടുക്കുക, അതാണ് ഗസല. ഗസൽത്തു സൂഫ ബിൽ മിഗ്സലി കടഞ്ഞെടുക്കുന്ന ഉപകരണം കൊണ്ട് സൂഫിനെ, പഞ്ഞിയെ അതല്ലെങ്കിൽ രോമത്തെ കടഞ്ഞെടുത്തു. ഖുദ്തു അൽ ജമല ബിൽ മിഖ്വദി. ഖുദ്തു ഞാൻ തെളിച്ചു, അൽ ജമല ഒട്ടകത്തെ തെളിച്ചു, ബിൽ മിഖ്വദി തെളിക്കുന്ന ഉപകരണം. ഒട്ടകത്തെ നടക്കൊട്ടക എന്ന് പറഞ്ഞ വടി ഉണ്ടാവുമല്ലോ, വടിയോ അല്ലെങ്കിൽ കയ്യിലുള്ള എന്താണോ ഉപകരണം, ആ ഉപകരണത്തിന്റെ പേരാണ് മിഖ്വദ്. കനസൽ ഖാദിമു ബിൽ മിക്നസത്തി സേവകൻ ചൂലുകൊണ്ട് അടിച്ചു വാരി. തറക്കൽ ഹദ്ദാദു അൽ ഹദീദ ബിൽ മിത്രഖത്തി പെരുങ്കൊല്ലൻ ഇരുമ്പ് പണിക്കാരൻ ഇരുമ്പിനെ അടിച്ചു. ബിൽ മിത്രഖത്തി അടിക്കുന്ന ഉപകരണം. അതേതാ അടിക്കുന്ന ഉപകരണം? ചുറ്റിക അല്ലെ, ചുറ്റിക. ലയഖത്തിഫ്ലു തഅമ, ലയഖത്തിഫ്ലു തഅമ കുട്ടി ഭക്ഷണത്തെ, ലയഖാനാല് ഊമ്പുക എന്ന് പറയും. ഭക്ഷണം ഇപ്പൊ സ്പൂണൊക്കെ ഈമ്പണീനാണ് ബിൽമിൽ അക്കത്തി ഈമ്പുന്ന ഉപകരണം. സ്പൂൺ കൊണ്ട് ഭക്ഷണത്തെ ഈമ്പി. അടുത്തത് സാഫർത്ത് ഇല 15 ബലദൻ. ആ 15 അർത്ഥീകരിക്കണം. ഹംസ അശറത്ത, ഹംസത്തി അശരി, ഹംസത്ത അശറ, ഹംസി അശറത്ത. ശരിയായ ഉത്തരം ഏതാ? ഓക്കെ, ബി സി ഉത്തരങ്ങൾ വരുന്നുണ്ട്. ശരിയായ ഉത്തരം ഏതാ നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും ഉത്തരം ചെയ്യട്ടോ, നിർബന്ധമായി ഉത്തരം ചെയ്യണം. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഒരു ഏകദേശം ശരിയാണെന്ന് തോന്നുന്നത് ഉത്തരം ചെയ്താൽ മതി. ഉത്തരം നോക്കാം. ഹംസത്ത അശറ ബലദൻ. സാഫർത്ത് ഇല ഹംസത്ത അശറ ബലദൻ. ഓക്കെ, എന്തുകൊണ്ടാണ് തെറ്റായത്? അതിനെന്തെങ്കിലും നിയമം ഉണ്ടോ? ഹംസാശറാന്ന് പോരെ? ഹംസത്താശറാന്ന് തന്നെ വേണോ? മഅദൂദ് മുദക്കറാകുമ്പോ ബലദ് മുദക്കറാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ അദദ് മഅദൂദാണ് ഇത്. അദദ് എന്ന് പറഞ്ഞാൽ സംഖ്യ, 1 2 3 10 1000 100 പറഞ്ഞ സാധനമാണ് അദദ്. മഅദൂദ് എന്ന് പറയുമ്പോൾ സംഖ്യന്റെ കൂടെ ഉള്ളത് 10 തേങ്ങ. തേങ്ങ എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്? അദദോ മഅദൂദോ? മഅദൂദ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 13 മുതൽ 19 വരെയുള്ള അദദുകൾ, സംഖ്യകൾ, 13 മുതൽ 13 മുതൽ 19 വരെയുള്ള സംഖ്യകൾ, അത് മുറക്കബാണ്. അതിന്റെ പേര്, അതിന് നമ്മൾ മുറക്കബ് എന്നാണ് വിളിക്കുക. സംഖ്യകൾ 3 തരത്തിലാണ്. ഒന്ന് മുഫ്രദ് അഥവാ ഒറ്റകൾ. ഒറ്റകൾ എന്ന് പറയുമ്പോ 1 3 5 നമ്മുടെ ഗണിത ഒറ്റയല്ല. അറബിയിൽ മുഫ്രദ് എന്ന് പറഞ്ഞത് 1 2 3 4 5 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ് മുഫ്രദ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 20 30 40 50, പിന്നെ അങ്ങനെ പോയി 90 100 1000 മില്യൺ ബില്യൺ, അതൊക്കെ മുഫ്രദുകളാണ്. മുഫ്രദുകൾ എന്നതിന് പറയാം. എന്നാൽ ഇവിടെ ഈ ഹംസ അശറ എന്നുള്ളത് 2 ഏച്ചു കിട്ടിയിട്ടുള്ള സാധനമാണല്ലോ. ഹംസ് ഒരു ഭാഗത്തും അശറത്ത് ഒരു ഭാഗത്തും. സലാസത്ത് അശറ എന്ന് പറയുമ്പോൾ സലാസത്ത് അശറ. ഈ സലാസ അശറത്ത എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. സലാസ അശറത്ത 2
ഏച്ചൂട്ടിട്ടുള്ള സാധനം. അതിന് മുറക്കബ് എന്നാണ് പറയാ. മുറക്കബ് 11 to 19 വരെ മുറക്കബാണ്. അഹദാശറ, ഇസ്നാശറ, സലാസാശറ മുതൽ തിസ്സാശറ. പിന്നെ ഉള്ളത് മാത്തൂഫ് ആയിട്ടുള്ളതാണ്. സലാസത്തുൻ വ ഇശ്റൂന, സലാസത്തുൻ വ ഇശ്റൂന, സലാസത്ത് പ്ലസ് വാവ്, അത്തഫിന്റെ വാവ് ഇട്ടാണ് ഇശ്റൂന. അതിനെ മാത്തൂഫായ അദദുകൾ എന്നും പറയും. ഇനി നമ്മുടെ ഈ ഹംസത്ത് അശറ ഇതിൽ ഏത് ഇനത്തിൽപ്പെടുന്നതാണ്? മുഫ്രദാണോ, മുറക്കബാണോ, മാത്തൂഫാണോ? മുറക്കബ് പെട്ടതാണ്. അപ്പൊ മുറക്കബായ സംഖ്യകൾ എപ്പോഴും അതിന്റെ രണ്ട് പാർട്ടും, അഥവാ ഹംസത്ത് അശറ എന്ന് പറയുമ്പോൾ പാർട്ട് 1 ഹംസത്ത, പാർട്ട് 2 അശറ, ഈ രണ്ട് പാർട്ടുകളും ഫത്ഹിന്റെ മേൽ മബ്നിയായിരിക്കും. ഫത്ഹിന്റെ മേൽ മബ്നിയായിരിക്കും. അഥവാ ഇല എന്നുള്ള ജറിന്റെ അർഫാണ്, എന്നാലും ജറിന്റെ അർഫ് ആകുമ്പോൾ അതിന്റെ ശേഷമുള്ളത് മജറൂറായിട്ടാണ് വരേണ്ടത്. അപ്പൊ ഇല 15 എന്ന് പറയുമ്പോൾ 15 എന്നുള്ള ജറായിട്ട് വരണല്ലോ, ഹംസത്തിൽ നിന്നൊക്കെ വരണ്ടേന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ മുറക്കബായ സാധനം എപ്പോഴും ഫത്ഹിന്റെ മേൽ മബ്നിയായിരിക്കും. അപ്പോ ഇല, ഹംസ അല്ലെങ്കിൽ ഹംസത്ത, രണ്ടേതോ ഒന്നാ വേണ്ടത്, ഫത്ഹായിട്ടാണ് വേണ്ടത്. ഇനിയിപ്പോ ഹംസത്താണോ ഹംസയാണോ മുദക്കറാണോ മുഅന്നത്താണോ വേണ്ടതെന്നുള്ളതാണ് അടുത്ത സംശയം വരിക. അപ്പൊ അതിന് അദദ് മഅദൂദിന്റെ നിയമം വരുന്നത്, മഅദൂദായ സാധനം, ഇവിടെ 15 ബലദ് എന്ന് പറയുമ്പോൾ 15 അദദ്, ബലദ് എന്നുള്ളത് മഅദൂദ്. മഅദൂദ് മുദക്കറാണെങ്കിൽ മുറക്കബായ സംഖ്യയുടെ ആദ്യത്തെ ജുസ് ഈ മഅദൂദിന്റെ വിപരീത ലിംഗാവണം. മഅദൂദിന്റെ വിപരീത ലിംഗാണ്. അപ്പൊ മഅദൂദായ ബലദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നത്താവണം, അതതിന്റെ ആദ്യത്തെ ജുസ് മുഅന്നത്താവണം. രണ്ടാമത്തെ ജുസോ വിപരീതമല്ല വേണ്ടിയത്, യോജിച്ചാ വരേണ്ടത്. അതായത് മുദക്കറാവുമ്പോ അശറ എന്നുള്ള രണ്ടാമത്തെ ജുസ് മുദക്കറാവണം. ഇനി 16 ബലദ് എന്നാണെങ്കിൽ എങ്ങനെ വരിക? സിത്തത്ത അശറ. ഇനി ബലദ് എന്നുള്ളതിന് പകരം ഹഖീബത്ത്, ബാഗ് എന്നാണ്. ഞാൻ 14 ഹംസ അശറത്ത, യെസ്, 15 ബാഗ് എന്ന് പറയുമ്പോൾ ഹംസ അശറത്ത. 19 ബാഗ് എന്ന് പറയുമ്പോഴോ അശറത്ത. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. തുക്സറു ഹംസത്തു ഇന്ന. ഇന്ന എന്ന പദം, അന്ന ഇന്ന നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഇതിൻ്റെതാണ് അന്ന ഇന്ന. ഇന്ന എന്ന ഹംസക്ക് കസർ ചെയ്യപ്പെടും. അപ്പൊ ഇന്ന എന്ന് വായിക്കും, അന്ന എന്നല്ല ഇന്ന എന്ന് വായിക്കും. വുജൂബൻ, നിർബന്ധമായും ഇന്ന എന്ന് വായിക്കും. എപ്പോൾ? ഇതാ വഖഅത്ത്, ആ ഇന്ന എന്നുള്ളത് വന്നാൽ. അപ്പൊ അന്ന എന്നുള്ളത് എവിടെ വായിക്കണം, ഇന്ന എന്നുള്ളത് എവിടെ വായിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണിത്. അപ്പൊ ഇന്ന എന്നുള്ളത് അപ്പോൾ ഇവിടെ വായിക്കും, ഇതാ വഖഅത്ത്, ആ ഇന്ന വന്നാൽ ഫി ബിദായത്തിൽ കലാം, ഒരു ജുംലയുടെ തുടക്കത്തിൽ, ഒരു കലാമിന്റെ തുടക്കത്തിൽ. ബഅദ അല, അല എന്ന പദത്തിനു ശേഷം, ഫി ജവാബിൽ ഖസമി, സത്യവാചകത്തിന്റെ ഉത്തരത്തിൽ, മറുപടിയിൽ, ഖസമിന്റെ ജവാബിൽ, കുല്ലുൻ സഹീഹ്, ഈ മൂന്നും ശരിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഉത്തരം നോക്കാം. യെസ്, കുല്ലുൻ സഹീഹാണ്. കലാമിന്റെ തുടക്കത്തിൽ വന്നാലും ഇന്ന എന്ന് തന്നെ വായിക്കണം, അന്ന എന്ന് വായിക്കാൻ പാടില്ല. അലക്ക് ശേഷം വന്നാലും ഖസമിന്റെ ജവാബിൽ വന്നാലും. ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതാ അൻ തഖാ ഫി ബിദായത്തിൽ കലാം, കലാമിന്റെ തുടക്കത്തിൽ വരിക. ഈ ലൈസ ഖബലഹ, ഈ അന്ന എന്നുള്ള, അല്ലെ ആ ഇന്ന എന്നുള്ളതിന്റെ മുമ്പ് ഇല്ല, ശരി, ഇന്ന എന്നുള്ളതിന് മുമ്പ് ഒന്നുമില്ല. ലഫ്ലുകളൊക്കെ ഇന്നക്ക് ശേഷമാണുള്ളത്. ഉദാഹരണം, ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന, ഒരു ജുംല, അതെ, ഇന്നല്ലാഹ മലായികത്തുഹു, അഥവാ അള്ളാഹു മലായിക യുസല്ലൂന, പദങ്ങളൊക്കെ ഇന്നക്ക് ശേഷമാണുള്ളത്, ഒന്നും ഇന്നന്റെ മുമ്പിലല്ലല്ലോ. ഓക്കെ, ഒന്ന്.
രണ്ടാമത്തത് അൻ തഖഅ ബഅദ അല, അല എന്നുള്ളതിന് ശേഷം വരിക. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. ഓക്കെ. ഇനി മൂന്നാമത്തേത് അൻ തഖഅ ബഅദ കല്ല, കല്ലയ്ക്ക് ശേഷം വരിക. മിസ്ല ഖൗലിഹി തആല കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ. നാലാമത് അൻ തഖഅ ബഅദ ഹൈസു, ഹൈസുക്ക് ശേഷം വരിക. മിസ്ല അഖിഫു, ഞാൻ നിൽക്കുന്നു. ഹൈസു ഇന്നൽ വുഖൂഫ മുനാസിബ്. അപ്പൊ ഹൈസു വന്നാൽ അതിന്റെ ശേഷം അന്ന ഇന്നയാണോ എന്ന് സംശയിക്കേണ്ട, ഇന്നതാണ് വായിക്കേണ്ടത്. നൃത്തം അനുയോജ്യമാകുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്നു. ഹൈസു സ്ഥലാണ്, ലർഫ് മക്കാനായിട്ടാണ് ഉപയോഗിക്കുക. ഹൈസു അഖിഫു, ഞാൻ നിൽക്കുന്നു. ഹൈസു ഇന്നൽ വുഖൂഫ മുനാസിബുൻ, നൃത്തം നിൽക്കൽ അനുയോജ്യമാകുന്നിടത്ത് ഞാൻ നിൽക്കുന്നു. നിൽക്കാൻ പറ്റുന്നിടത്ത് നിൽക്കുന്നു അറിയില്ലേ? നിൽക്കാൻ പറ്റുന്നിടത്ത് നിൽക്കണം, ഇരിക്കാൻ പറ്റുന്നിടത്ത് ഇരിക്കണം. ഓക്കെ. ഇനി തഖാബാദ് ഇദ് എന്ന പദത്തിനു ശേഷം ഇന്ന കണ്ടാൽ അത് ഇന്ന തന്നെ വായിക്കണം, അന്ന വായിക്കാൻ പാടില്ല. മിഥില ഇൻതശറൽ അദ്ലു, നീതി വ്യാപകമായി. ഇത് കാരണം ഇന്ന ഉമർ റളിയല്ലാഹു അൻഹു അമീറുൻ, ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ഓക്കെ. അൻ തക്വന ഫി ബിദായത്തി ജുംലത്തി സില, സിലയുടെ വാക്യത്തിന്റെ ആരംഭത്തിൽ. ഈ ബാദ് ഇസ്മുൽ മൗസൂൽ, ഇസ്മുൽ മൗസൂലയുടെ ഇസ്മിന് ശേഷമാണോ സില വരിക, അല്ലെ മുമ്പോ? മൗസൂലയുടെ ഇസ്മിന് ശേഷമാണോ സില വരിക? മൗസൂലയാണോ സിലയാണോ ആദ്യം വരിക? മൗസൂലക്ക് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അല്ലദി മൗസൂലക്ക് ഒരു ഉദാഹരണമാണ്, കേട്ടിട്ടില്ലേ? അല്ലദി, യെസ്. അല്ലദി, അല്ലത്തി, അല്ലദീന, അല്ലദാനി, അല്ലാത്തി, അല്ലായി. അതേപോലെ മാ എന്നുള്ളത് മൗസൂലയാണ്. മാ ഒരു സാധനം. നഫിയുടെ മാ അല്ല, മൗസൂലയുടെ മാ എന്ന് പറയും. മൻ അതും മൗസൂലയുടെ അദാത്തു കൂടിയാണ്. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ അല്ലദി എന്ന് പറയുന്ന സാധനങ്ങളാണ്. അല്ലദി, അല്ലത്തി, മൻ, മാ എന്നൊക്കെ പറയുന്നതാണ് മൗസൂലയുടെ ഇസ്മുകൾ. അസ്മാഉൽ മൗസൂൽ എന്ന് പറയും. ഈ അല്ലദിക്ക് ശേഷമുള്ള, അല്ലദിയാണ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ശേഷമുള്ള അല്ലദിയുമായി കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ് സില. സില. ഇനി ആ ഉദാഹരണം നോക്കാം. നമ്മൾ മാ എന്നുള്ളത് മൗസൂലയാണെന്ന് പറഞ്ഞു. മിസ്ല ഖൗലിഹി തആല മാ, ഒരു സാധനം, ഒരു സാധനം. ഇന്ന മഫാത്തിഹു, ആ സാധനത്തിന്റെ താക്കോലുകൾ. ലതനൂഉ ബിൽ ഉസ്ബ, അതൊരു സംഘത്തിന് വഹിക്കാൻ മാത്രമുണ്ട്. മാ ഒരു സാധനം. ആ ഒരു സാധനം എന്നുള്ളത് എന്താണ്? ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബ, ആ ഒരു സാധനത്തിന്റെ താക്കോലുകൾ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രം ഉണ്ട്. അപ്പൊ ഇവിടെ മാ എന്നുള്ളത് മൗസൂലയാണ്. മായുടെ സില ഏതാണ്? സില ജുംലയായിട്ടാണ് വരിക. ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബ എന്നുള്ള ആ മൂന്നാല് ലഫ്ളുകൾ ഒന്നിച്ച് ചേർന്ന ജുംലയാണ് സില. ഒന്നിച്ച് ചേർന്ന ജുംലയാണ് സില. ജുംലത്തു സില എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ജുംലത്തു സില. അപ്പോ ഇന്ന മുതൽ അവസാനം വരെയാണ് സില. ആ സിലയുടെ തുടക്കത്തിൽ, സിലയുടെ തുടക്കം ഏതാ? ഇന്നല്ലേ? സിലയുടെ സ്റ്റാർട്ടിങ് ഇന്ന. അപ്പോ എല്ലാ മൗസൂലയുടെ തുടക്കത്തിൽ ഇന്ന കൊണ്ടുവന്ന് വായിക്കണം എന്നല്ല. എല്ലാ മൗസൂലയുടെയും സിലയുടെ തുടക്കത്തിൽ ഇന്ന കൊണ്ടുവരാൻ നിർബന്ധമാണ് എന്നല്ല പറയണത്. ഒരു മൗസൂലയ്ക്ക് ശേഷം വരുന്ന സിലയിൽ അന്നയോ ഇന്നയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ
അതിന് എങ്ങനെ വായിക്കണം? എങ്ങനെ വായിക്കണം? ഇന്നാന്ന് വായിക്കണം. അത്രേ ഉള്ളൂ. അവിടെ ഉള്ള സാധനത്തെ, അങ്ങനെ എന്തെങ്കിലും സാധനം അവിടെ ഉണ്ടെങ്കിൽ അതിന് അന്നാന്ന് വായിക്കരുത്, ഇന്നാന്ന് വായിക്കണം. അപ്പോ മൗസൂലയുടെ സിലയിൽ എല്ലായിടത്തും അന്നയും ഇന്നയൊന്നും ഉണ്ടാവണമെന്നില്ല. ഉള്ളോടത്ത് ഇന്ന എന്ന് വായിക്കാം. ഓക്കെ. ഇനി അൻതക്കൂന ഫി ജവാബിൽ ഖസമി, സത്യവാചകത്തിന്റെ മറുപടിയിൽ മിസ്ല ഖൗലിഹി തആല വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. സത്യം ചെയ്തിട്ട് പിന്നെ എന്താണ് സംഗതി എന്ന് പറയാനുള്ളൂ. അതാണ് ജവാബ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നാശത്തിലാണ്. ഇന്ന വൽ അസ്ർ എന്നുള്ളത് ഖസമാണ്, സത്യവാചകാണ്. ഖസമിന്റെ മറുപടി ജവാബ് എന്താണ്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അൻ തക്കൂന മഹ്കിയത്തൻ ബിൽ ഖൗലി, ഖൗല് കൊണ്ട് ഉദ്ധരിക്കപ്പെടുന്നതാവുക. ഖാല യഖൂലു അല്ല യഖുൽ ലാ തഖുൽ, തഖൂലു, അഖൂലു, നഖൂലു, അല്ലെ ഖാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ശേഷം ഒരു അന്ന ഇന്ന എന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വായിക്കണം? ഇന്ന എന്ന് വായിക്കണം. ഇന്നാക്കി വായിക്കണം. ഇപ്പൊ ചിലയിടത്ത് ഹംസ ഉണ്ടാകണമെന്നൊന്നുമില്ല. ഇപ്പൊ തക്കൂലെന്നോ അക്കൂലെന്നോ അല്ലെ കൗലെന്നോ കായിലെന്നോ അല്ലെ മക്കൂലെന്നോ അങ്ങനെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ അന്നയാണോ ഇന്നയാണോ തിരിച്ചറിയാത്തൊരു അലിഫുണ്ട്, ഒരു നൂനും ഉണ്ട്. അതൊന്നുകിൽ അന്നയാണ് അല്ലെ ഇന്നയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ അത് എന്താക്കി വായിക്കണം? ഇന്നാന്നാക്കിയാ വായിക്കേണ്ടത്. കാരണം കാലക്ക് ശേഷം വരുന്നത് മിസ്ല ഖൗലിഹി തആല ഖാല ഇന്നി അബ്ദുല്ലാഹ്. ഓക്കെ. ഒമ്പതാമത്തേത് അൻ തക്കൂന ഫി ജുംലത്തിൻ ഹാലിയത്തിൻ, ഈ അന്ന ഇന്ന എന്നൊക്കെ പറയുന്ന സാധനം ഹാലിയായ ജുംലയിൽ വരിക. സാന്ദർഭിക ജുംല, ഹാലിയായ ജുംല. മിസ്ല ഖൗലിഹി തആല കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വ ഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. അതൊരു ജുംലയാണല്ലോ. വ ഇന്ന മുതൽ അങ്ങോട്ട് അവസാനം വരെ ഒരു ജുംലയാണ്. ആ വാവ് ഹാലിന്റെ വാവാണ്. വ ഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, ഒരു വിഭാഗം വിശ്വാസികൾക്ക് വെറുപ്പുള്ളതായ അവസ്ഥയിൽ, ഒരു വിഭാഗം വിശ്വാസികൾ വെറുക്കുന്ന ഘട്ടം ഹാല്, വെറുക്കുന്ന അവസ്ഥയിൽ ഹാല്. അതാണ് ഹാലിയായ ജുംല. ഹാലിന്റെ അർത്ഥത്തിൽ വരികയാണ്. എങ്ങനെ? കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ്, അങ്ങയുടെ റബ്ബ് സത്യവും കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് പോലെ. എപ്പോൾ? വിശ്വാസികൾ തന്നെ ഒരു വിഭാഗത്തിന് ഇതിനോട് തൃപ്തിയില്ലാത്ത ഘട്ടത്തിൽ, തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ. അതാണ് വൈന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. ക്ലിയർ അല്ലേ? ഹാലിയ ജുംല അല്ലേ? ഹാല് എന്ന അവസ്ഥയിൽ ഒരു സംഗതി ചെയ്യുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ, നിങ്ങളുടെ നാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് പോലെ. പുറത്തിറക്കിയത് എപ്പോഴാണ്? ആ ഘട്ടം പറയാണ്. ഒരു വിഭാഗം വിശ്വാസികൾക്ക് തന്നെ അതിനോട് വാവ് ഹാലിയാണ്. വാവ് ഹാലി എന്ന് പറയാം. ഒരു വിഭാഗം വിശ്വാസികൾക്ക് തന്നെ അതിനോട് വെറുപ്പുള്ളതായിരിക്കെ. അപ്പൊ ഇന്ന മുതൽ അവസാനം വരെയാണ് ഹാലിയായ ജുംല. ആ ഹാലിയായ ജുംലയുടെ ആദ്യ പദം അത് ഇന്ന എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ ഒരു ഹാലിയായ ജുംലയിൽ തുടക്കത്തിൽ അന്ന ഇന്ന എന്നുള്ള സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇന്നാക്കി വായിക്കണം. ഓക്കെ. അടുത്തത് എത്തിയ അന്ന ഇന്ന പോലത്തെ സാധനം വരിക ബഅദ ഫിഅലിൻ ഖൽബിയിൻ, ഹൃദ്യമായ ഫീലിന് ശേഷം. ഹൃദയ സംബന്ധിയായ ഫീൽ. ഇപ്പൊ സ്നേഹം, വെറുപ്പ്, ഭയം, ഉത്കണ്ഠ, ഈ സാധനങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന സാധനമാണല്ലോ, അല്ലേ? ഇപ്പൊ കൊല്ലുക എന്നൊക്കെ ഉള്ളത് കൈകൊണ്ടുണ്ടാകുന്ന സാധനം, അത് യദവിയാണ്. കൊല്ലുക, അടിക്കുക. നോക്കുക എന്നുള്ളത് കണ്ണുകൊണ്ടുള്ളതാണ്. എന്നാൽ സ്നേഹിക്കുക, വെറുക്കുക, ഭയക്കുക, ഉത്കണ്ഠാകുലനാവുക, വിപ്രതിപത്തി തോന്നുക, ഈ സാധനങ്ങളൊക്കെ ഹൃദ്യാണ്, കൽബിയാണ്. അപ്പൊ കൽബ് കൊണ്ട് ചെയ്യുന്ന ഫേലുകൾക്ക് ശേഷം
ഈ ഇങ്ങനെ സാധനം അന്ന ഇന്ന പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നന്ന് വായിക്കണം. മാത്രല്ല അവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ഖബറുഹ, തൽബിയായ ഫീലിന്റെ ഖബർ മസ്ബൂഖുൻ ബിലാമിൽ ഇബ്തിദാ, ഇബ്തിദാന്റെ ലാമുൻ തുടങ്ങപ്പെടുന്നതായിരിക്കും വേണം. അതിലെ ഖബറിന്റെ തുടക്കത്തിൽ ഇബ്തിദാന്റെ ലാമും വേണം. വല്ലാഹു യഅലമു, അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അറിയുക എന്നുള്ളത് ഹൃദയ സംബന്ധിയായ സാധനമാണ്. അറിയുക, വിവരം കിട്ടുക. മനസ്സിക്ക് സാധനമാണ് വരുമ്പോഴല്ലേ വിവരം കിട്ടുക. അള്ളാഹു യാലും, അള്ളാഹ്ക്ക് അറിയാം. ഇന്നക്കൽ റസൂലുഹു, അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന്. ഓക്കെ, ഇവിടെ ഖബർ ഏതാണ്? ഇല്ല റസൂലുഹു എന്നാണ്. ഖബറിന്റെ തുടക്കത്തിൽ ഒരു ലാം വന്നു, ഇബ്തിദാഇന്റെ ലാം എന്ന് പറയാം, പ്രാരംഭ ലാം. ഓക്കെ, ഇബ്തിദാഇന്റെ ലാം എന്നാണ് അതിന് പറയാ. അപ്പോ 10 അവസരങ്ങൾ, 10 ഘട്ടങ്ങളിലാണ് ഇന്ന എന്ന രൂപത്തിൽ ഹംസക്ക് കസ്ർ കൊടുത്തിട്ട് വായിക്കേണ്ടത്. ഓക്കെ, ഇതിലെ ചോദ്യത്തിൽ 3 ഘട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 3 ഘട്ടങ്ങളിലും ഇതുപോലെ ഇന്ന കൊടുത്ത് വായിക്കേണ്ടതുണ്ട്. ഓക്കെ ഓക്കെ തൽക്കാലം നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. 7 മണിയായല്ലോ. ഇനി ഇതിന്റെ ബാക്കി അടുത്തൊരു സെഷനിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. പിന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, മാർച്ച് 8 അടുത്ത ഞായറാഴ്ച നമ്മുടെ PYQ ഫ്രീ സെഷനുകൾ ആരംഭിക്കുകയാണ്. ഒരു 15 സെഷനുകൾ, 15ഓളം സെഷൻ സൗജന്യമായിട്ട് ഓരോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കേട്ടറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് ലഭ്യമാക്കാനായി, സുഹൃത്തുക്കൾക്ക് ലഭ്യമാക്കാനായി നമ്മുടെ ഈ ക്ലാസിന്റെ ലിങ്ക് കിട്ടിയ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ സൗജന്യ ലൈവ് ക്ലാസിന്റെ ലിങ്ക് വരുന്ന ഗ്രൂപ്പും മെസ്സേജൊക്കെ നമ്മൾ ഇന്നലെ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കൈമാറുക. എല്ലാവരും സൗജന്യമായിട്ട് കേട്ടിട്ട് നടട്ടെ. ഓക്കെ, അവസാനിപ്പിക്കാം അല്ലേ? സാറേ അസ്സലാമു അലൈക്കും, ഒരു ഡൗട്ട് ഉണ്ട്. വലൈക്കും സലാം. ഈ ഇസ്മു ആലത്തില് ആ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലേ, മിക്കദത്താ അല്ല കുത്ത മിക്കുവത്, മിക്കുവത്, അതെന്താണ് അർത്ഥം? മിക്കവത് എന്ന് പറഞ്ഞാൽ തെളിക്കുന്ന ഉപകരണം. ഈ മൃഗങ്ങളെ നടക്കുന്ന പറഞ്ഞാൽ തെളിക്കൂലോ, വടിയോ അങ്ങനെ കയ്യിലെന്തേ ഉണ്ടാവുമല്ലോ, ആ സാധനം. കാത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നയിക്കുക, തെളിക്കുക എന്നൊക്കെയാണ്. കാതയെ കൂതു, ഇത് മിത്തുറക്കത്ത് ചുറ്റിക. ചുറ്റിയക്ക് ഷാക്കൂക്ക് എന്നില്ല സാറേ? എന്താണ്, ഏതാ പദം? ചുറ്റിയക്ക് ഷാക്കൂക്ക് എന്ന് പറയില്ലേ? ഷാക്കൂക്ക് ഉണ്ടല്ലേ? ഷാക്കൂക്ക്, ഷാക്കൂലാണോ ഷാക്കൂക്കാണോ? ഷാക്കൂസ് അല്ലേ? ഷാക്കൂക്ക് അല്ലേ? ഷാക്കൂസ് അറബികളൊക്കെ പറയലുണ്ട് ഷാക്കൂസ്. മവാദിൽ ബനായിൽ സ്ഥിരം വിൽപ്പനക്കുള്ള സാധനമാണ് ഷാക്കൂസ്. ഷാക്കൂസ് ആവുമ്പോ പിന്നെ ഇസ്മ ആലത്താവൂല. മിത്രക്കാവുമ്പോ പിന്നെ തുറക്ക എന്ന ഫീലിൽ നിന്ന് വരുന്ന ഇസ്മ ആലത്തായിട്ട് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത ഞായറാഴ്ച എല്ലാവരും ആ ഒരു സെഷനിലേക്ക് വരിക. സെഷനിലേക്ക് എല്ലാ ക്ലാസ്സും ഉണ്ടാവും. സൈക്കോളജി, പെഡഗോജി, മലയാളം ഓർ ഇംഗ്ലീഷ്, പിന്നെ ലിറ്ററേച്ചർ സെഷനുകൾ, ഗ്രാമർ അടക്കം, ബലാഗ, അറൂദ് അടക്കം എല്ലാ സെഷനുകളും അതിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്കിന്നപ്പോ പിരിയാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.